الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനിൽ തഖ്വയുള്ളവരായി തീരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് സ്വന്തത്തോളം തുടർന്ന് ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കുന്ന അവന്റെ യഥാർത്ഥ മുഅ്മിനുകളും മുവഹ്ഹിദുകളുമായ അടിമകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവെയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവർ പരസ്പരം നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായി തീരേണ്ടതുണ്ട്. അതിനുമപ്പുറം നന്മകളിൽ മുന്നേറുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. വ്യക്തിപരമായി വൈയക്തികമായ കാര്യങ്ങളിൽ, സാമൂഹികമായ വിഷയങ്ങളിലൊക്കെ നന്മയോട് സഹകരിക്കാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം തിന്മ ചെയ്യുന്നവരെ കാണുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് വിലക്കുകയോ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും. സമൂഹത്തിനൊത്തു നീങ്ങുക എന്നത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോശമായ പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, നല്ലതായ കാര്യമല്ല. പ്രത്യേകിച്ച് വിശ്വാസികളിൽപ്പെട്ട ആളുകൾ തന്നെ അപ്രകാരമുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ടവരല്ല വിശ്വാസികൾ. നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിന്മകളെയോ മോശം പ്രവർത്തനങ്ങളെയോ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികവൽക്കരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മോശം പ്രവർത്തനങ്ങൾ മദ്യപിക്കുന്ന കൂട്ടം കൂടി മദ്യപിക്കുന്ന അവസ്ഥ ഉണ്ടാവാന്ന് വിചാരിച്ചോളി. അതല്ല എങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മോശം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പച്ചയായി കാണുന്ന, അത് വ്യാപിക്കുന്ന അവസ്ഥ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ വിചാരിച്ചോളി.
ലോട്ടറി പോലുള്ള പലിശ പോലുള്ള കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി വ്യാപകമായി നാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. ഈ സമയത്ത് അത് തെറ്റാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. സ്വന്തം മകൻ ചെയ്യുകയാണെങ്കിൽ പോലും, സ്വന്തം അനിയൻ ചെയ്യുകയാണെങ്കിൽ പോലും, സ്വന്തം എനിക്ക് വിലക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ എന്റെ പ്രാപ്തിയിലുള്ള, എനിക്കത് പ്രാപ്തി ഉണ്ടായ ഒരവസ്ഥയിൽ എനിക്ക് കീഴിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും അതൊക്കെ ആരാ ചെയ്യാത്തത് എന്ന് പറയുന്ന അവസ്ഥ മിക്കവാറും തിന്മകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്വാഭാവികവൽക്കരണം, ഒരു നിസ്സാരവൽക്കരണം, അതൊക്കെ സ്വാഭാവികമായിട്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പല തിന്മകളോടും മനുഷ്യൻ അങ്ങനെ അഭിമുഖീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുകയും സ്വർഗത്തിലേക്ക് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ പോലും ഇത്തരം ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടല്ലേ സംസാരം, നമ്മളത് പറയാൻ പാടില്ല എന്നല്ല, അത് മനസ്സിൽ തോന്നാൻ പോലും പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി എന്ന് പഠിപ്പിച്ചത് നമ്മോടാണ്. വിശ്വാസികളായി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇക്കാര്യം പറഞ്ഞത്. അല്ലാതെ ബിദ്അത്ത് ചെയ്ത് ശിർക്ക് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരോടല്ല. അവരെ ചെയ്തിട്ട് കാര്യമല്ല. മുഅ്മിനുകളായി ഈമാനുള്ളവരായി ജീവിക്കുന്ന മനുഷ്യന്മാരോടാണ് പ്രത്യേകിച്ച് റസൂൽ പ്രകാരമുള്ള കാര്യം. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരു വ്യാപകമായ ഒരു മോശമായ ഒരു പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മുൻകർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് തടുക്കാൻ പറ്റാണോ നിങ്ങൾ കൈകൊണ്ട് തടുക്കണം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിലോ അപ്പോൾ വർത്തമാനം പറയണം, അത് ചെയ്യരുതെന്ന് വിലക്കണം. ഇനി അതിനും കഴിയില്ല എങ്കിൽ മാനസികമായ ഒരു വെറുപ്പെങ്കിലും അതിനോട് ഉണ്ടാകണം. അത് റസൂലുള്ളാഹി പറഞ്ഞു, അതാണ് ഈമാനിൽ ഏറ്റവും ചെറിയ കണിക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വിശ്വാസി. അതെങ്കിലും ചെയ്യണം. പക്ഷെ നമ്മൾ പലപ്പോഴും അപ്രകാരമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വർത്തമാനം പോലും പീഡികത്തിണ്ടയിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ എല്ലാവരും ചെയ്യണതല്ലേ. ചെറുക്കന്മാരായ അങ്ങനെയൊക്കെ ഉണ്ടാവും, കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, ചെറുപ്പക്കാരാവുമ്പോ അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കില്ലെന്ന് പറഞ്ഞ തിന്മകൾ പോലും, മദ്യപാനവും ചൂതാട്ടവും പലിശയും വ്യഭിചാരവും ഒക്കെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് നാട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം 2-3 ദിവസങ്ങളായി നമുക്ക് മിക്കവാറും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരുമില്ല. പ്രായമുള്ളവർ പോലും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതിപ്രധാനത്തോടുകൂടെ 2-3 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്താൽ ഒരു സമൂഹം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വളരെ വലിയൊരു വിപത്തിനെ സ്വാഭാവികവൽക്കരിക്കുന്ന വർത്തമാനവും അതിന്റെ അടിയിലുള്ള കമന്റുകളും ഒക്കെ ഏറെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിങ്ങളും തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഷോകൾ ഒരുപാട് നടക്കും, റിയാലിറ്റി ഷോകളാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാകട്ടെ ഒരുപാട് നടക്കും. മീഡിയകൾക്ക് അവരുടെ വളർച്ചയും അവരുടെ സാമ്പത്തിക സമാഹരണവും തന്നെയാണ് ലക്ഷ്യം. അതോടൊപ്പം മുസ്ലിം സമൂഹത്തെ എങ്ങനെയെങ്കിലും വഴിതിരിച്ചു വിടാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി മറ്റുള്ള ഏജൻസികളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്, പണം സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെയോ അതല്ല എങ്കിൽ ഈ ഒരു ജീവിത സാഹചര്യത്തെയോ ഇല്ലാതാക്കുവാനുള്ള പ്രവണതകൾ ഏറെ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണും കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നിടത്ത് +2 വിദ്യാർത്ഥികൾ വരെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനെയാണ് ന്യായീകരിക്കുന്നത്. പെണ്ണും കല്യാണം കഴിച്ച് ഉമ്മയെയും ബാപ്പയെയും ധിക്കരിച്ച്, സമുദായത്തെ ധിക്കരിച്ച്, സമുദായ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ച്, ഇസ്ലാമിനെയും അള്ളാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള മുസ്ലിങ്ങളായ 2 പെൺകുട്ടികൾ ഇറങ്ങി പുറപ്പെടുകയും അത്തരം പ്രവണതകളെ എതിർക്കുന്നത് എന്തോ വലിയ വിപത്താണെന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മഹാനടൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആള് അതിനു വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും
അതിനെ എതിർത്തവരെ ഇല്ലാതാക്കുന്ന സംസാരങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്ത് അതിന്റെ താഴെയുള്ള കമന്റുകളിൽ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായിട്ടുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ സംസ്കാരം വളർന്നു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതീർണമായ വിശുദ്ധ ഖുർആനിൽ ഒരു തിന്മയെ കുറിച്ച് ഇത്രത്തോളം ഗൗരവത്തോടെ സംസാരിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ വനജൈനാഹു മിനൽ ഖറയത്തി അല്ലതി കാനത് തഅമലുൽ ഖബായിസ് വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന്റെ വിജ്ഞാനവും അതോടൊപ്പം തന്നെ ഹുക്മും നമ്മൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും മോശമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന ഏറ്റവും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം തന്നെയാണ് അവർ. തീർച്ച അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായത്തെ കുറിച്ച് പറഞ്ഞുതരാൻ അവിടെ ഒരു സമുദായം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഒരേ ഗണത്തിൽപ്പെട്ട ഒരേ ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള വാദകോലാഹലങ്ങൾ നടക്കുമ്പോ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറയാൻ സ്വവർഗരതി അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വ്യാപകമായി നടത്താൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന സമുദായത്തോട് ലൂത്ത് എന്ന പ്രവാചകൻ സംസാരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും മ്ലേച്ഛമായ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ലോകത്ത് ഇന്നേ വരെ ഒരു സമുദായവും ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഈ ഭൂമി ലോകത്ത് ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ, ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ, അവരുടേതായ ആ ഒരു സമുദായം നിലനിൽക്കുന്നത്, ജീവവർഗം നിലനിൽക്കുന്നത് ആണും പെണ്ണും ബന്ധപ്പെട്ടതിന് ശേഷം തന്നെയാണ്. അങ്ങനെയുള്ളതേ അല്ലാഹു അംഗീകരിച്ചിട്ടുള്ളൂ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇണത്തുണകളായി സൃഷ്ടിച്ചത് എന്ന്. അത് മനുഷ്യരെ മാത്രമല്ല, ജീവവർഗങ്ങളെ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണും പെണ്ണുമായി സൃഷ്ടിച്ചത് ആ ഒരു സമുദായം അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പെണ്ണും കല്യാണം കഴിക്കുകയോ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത്, അവർ ചെയ്യുന്നതോ പോട്ടെ, അതിനെ ന്യായീകരിക്കുക എന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു സമുദായത്തെ അഭിസംബോധന ചെയ്തത് അതഅ്തൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ ഇന്നകും ലതഅ്തൂന റിജാല. തീർച്ചയായും നിങ്ങൾ പുരുഷന്മാരോടാണ് സമീപിക്കുന്നത്. ശഹ്വതൻ മിൻ ദൂനിൻ നിസാ, നിസാകളോട്, സ്ത്രീകളോടാണ് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ആവശ്യ പൂർത്തീകരണം നിർവഹിക്കുന്നതിന് വേണ്ടി നിയമപരമായ രൂപത്തിൽ അങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിൽ തീർച്ചയായും ഇതൽപ്പം കടന്ന കൈയാണ് എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ വീണ്ടും സംസാരിക്കുക. വലൂതൻ ഇദ ഖാല ലിഖൗമിഹി അതഅ്തൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ. ഈ വിഷയത്തെ കുറിച്ച് വീണ്ടും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദായത്തെ സംബന്ധിക്കാൻ ഇന്നാ മുൻസിലൂന അലാ അഹ്ലി ഹാദിഹിൽ ഖറിയ റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. അല്ലാഹു പറയാ, ഒരു സമുദായത്തെ ആകാശ ലോകത്തു നിന്ന് ഏറ്റവും മ്ലേച്ഛമായ രൂപത്തിൽ ശിക്ഷ ഇറക്കിക്കൊണ്ട് ഒരു സമുദായത്തെ നാം നശിപ്പിച്ചിരിക്കുന്നു. അവർ ചെയ്ത പ്രവർത്തനം അത്രമാത്രം മോശമായതുകൊണ്ട് എന്ന്. അത്രമാത്രം മോശമായ പ്രവർത്തനങ്ങളാണ് ആ സമുദായം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് എപ്രകാരമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രത്തിലേക്ക് കൂടുതലൊന്നും പോകേണ്ടതില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദുനിയാവിലുള്ള തിന്മകളിൽ വെച്ച് ഏറ്റവും മോശമായ തിന്മയായിട്ടാണ് അല്ലാഹു എഴുതുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം, ഖുർആനിലൂടെ പഠിപ്പിച്ചുതരാം. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു, യാ ഖൗം, എന്റെ സമുദായമേ, ഹൗലായി ബനാതി ഹുന്നാ തഹറു ലക്കും,
അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥികൾ, മലക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥികളായി വന്നപ്പോ പുരുഷന്മാരുടെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറഞ്ഞയച്ചപ്പോ അവരെ പോലും ഭോഗിക്കാൻ വേണ്ടിയിട്ട് അടുക്കുകയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവരെ വിട്ടുതരാൻ ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത് ഇതാ എന്റെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച് അവരെ ഉപയോഗിച്ചോളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പ്രവാചകൻ പോലും അത്രത്തോളം പിന്നെ താഴ്ന്ന രൂപത്തിൽ അവർ സംസാരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ അതിഥികളെ ഒരിക്കലും മോശപ്പെടുത്തലും നിസ്സാരരാക്കലും എന്നൊരു ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിന് മുമ്പിൽ പറയേണ്ട ഒരു ഗതി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആ സമുദായത്തെ പിന്നീട് ആകാശത്ത് നിന്നും അതികഠിനമായ ശിക്ഷ ഇറക്കുകയും സമുദായത്തെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിക്കുകയും ഇന്നും അതിന്റെ തെളിവ് അവശേഷിക്കുന്ന രൂപത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സമുദായത്തോട് ഇതിനെ പ്രചരിപ്പിക്കുകയും ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്ന സമുദായത്തോട് ചോദിക്കുന്ന അവസാനത്തെ ചോദ്യമുണ്ട്, അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരു നല്ലവൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, നന്നായി ചിന്തിക്കുന്നവൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന്. അവരുടെ മേൽ നാം മഴയിറക്കുകയുണ്ടായി. എന്നാണ് അല്ലാഹു ഖുർആനിലൂടെ ഇത്തരം സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകന് പോലും ഇത്തരം ഒരു മോശം അനുഭവം അവിടെ ഉണ്ടാകുന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതിന്റെ ഗൗരവം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഇത് പറയാനുള്ള കാരണം ഇത്തരം ഷോകളിലൂടെയും അത്തരം റിയാലിറ്റി ഷോകളിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ ഇപ്രകാരമുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും അത് അങ്ങനെ ചെയ്തോട്ടെ, അവരല്ലേ, അവരവരുടെ ജീവിതമായിട്ട് പോയിക്കോട്ടെ എന്ന് പറയാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ തിന്മയെ കുറിച്ച് നമ്മൾ എത്രത്തോളം ഗൗരവമായി ചിന്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അവരങ്ങനെ പോയിക്കോട്ടെ, നമ്മളിപ്പോ എന്തിനാ അവരെ നിൽക്കാൻ നിൽക്കണം? അതിന്റെ കമന്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവരെ ന്യായീകരിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വിശേഷം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് ആസൂത്രിതമായ പല കാര്യങ്ങളിലൂടെയും പല പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിലൂടെ ചെന്ന് കണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് എന്ന് ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരം. നമ്മളെ മക്കൾ നാളെ പിറ്റേന്ന് ഞാൻ കല്യാണം കഴിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അത് അത്ഭുതപ്പെടാനില്ല. ഇനി അഥവാ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ സുഹൃത്തായിരിക്കുന്ന ഇന്നവളെ ആണ് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ തൊടിയപ്പുറത്തുള്ളവർ അത്ഭുതപ്പെടാനില്ല. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ക്യാമ്പസുകളിൽ, നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ എല്ലാ കുട്ടികളും ഇതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനെ അംഗീകരിക്കുകയോ ഇതിനെ അനുകൂലിക്കുകയോ ചെയ്യുന്ന ഒരു സമുദായം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം വളർന്നു വരുന്ന ചിന്തിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു ടീം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബോധപൂർവമാണ് ഞാൻ പറയുന്നത്. തമാശ പറയല്ല, നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, രക്ഷിതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഒരു ആൺകുട്ടി പറയാൻ ഞാൻ എന്റെ ചെറുപ്പത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള എന്നോടെയാണ് കല്യാണം കഴിക്കാൻ പോടാന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പൊ നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടാണ്. ഈ രണ്ട് കുട്ടികൾ ഇങ്ങനെ തമ്മാടിത്തം കാട്ടി, അതവർ രണ്ട് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന ആ ടീമിൽ പങ്കെടുത്തിരിക്കുന്ന അധികം ആളുകൾ അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി അത് വ്യാപകമായി ഇതൊരു മോശമല്ലാത്തൊരു പ്രവർത്തനമാണ് എന്ന് സർവാംഗീകൃതമായ ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പ്രവർത്തനം. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഫണ്ടമെന്റൽ, ഇതിന്റെ തീരുമാനവും ഇതിന്റെ ഉദ്ദേശവും ഇതാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യരും ബോധം വരുന്നില്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കാം. ആ അവസ്ഥ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളുടെ ഇടയിലോ ഒക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വാവൊളിച്ച് മേലേക്ക് നോക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടുന്ന നിലപാടിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യം, തെറ്റ് ചെയ്യുന്നവരോടൊപ്പം ഇരിക്കുന്നത് പോലും, തെറ്റ് ചെയ്യുന്നവരോടൊപ്പം
അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും അള്ളാഹുവിന്റെ റസൂലും വിലക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഷോ കണ്ടുകൊണ്ടിരിക്കുക, അത് മൊബൈലിലൂടെ ആവട്ടെ, അല്ലാത്ത പിന്നെ ടിവികളിലൂടെ ആയിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അത് കുടുംബമടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കാരണം എത്രമാത്രം അത്ഭുതമുണ്ട്. അത്രത്തോളം നിസ്സാരമായിട്ടുള്ള തെറ്റുകൾ നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ സമുദായത്തില്, നമുക്കിടയിൽ ഇങ്ങനെ ഒരു തെറ്റുകൾ നടക്കുമ്പോൾ അത് ഭയങ്കര ആവേശപൂർവ്വം കാണാൻ വേണ്ടിയിട്ട് എന്തുമാത്രം നന്മയാണ് അതിൽ കണ്ടത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളത് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മക്കൾ അത് കാണുന്നുണ്ട്, നമ്മുടെ മക്കൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ അത്തരം ചില ചിന്താരീതികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൊക്കെ പഠിപ്പിച്ചതാണ്, മോശമായ ഒരു ചർച്ചയോ മോശമായ ഒരു വർത്തമാനമോ ഒക്കെ നടക്കുന്ന ഒരു സദസ്സിൽ അഥവാ നമ്മൾ എത്തിപ്പെട്ടാൽ, അല്ലെങ്കിൽ നമുക്കത് പങ്കെടുക്കാൻ ഒരു സാഹചര്യം അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അള്ളാന്റെ ഖുർആൻ നമുക്ക് പറയാം, അവിടെ നിങ്ങൾ ഇരിക്കരുത്, അവിടെ നിങ്ങൾ ഇരിക്കരുത്. തെറ്റ് നടക്കുന്ന അല്ലെങ്കിൽ തെറ്റിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ പാടില്ല. വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെ പിന്നെന്തത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത്രത്തോളം വിലക്കിയ ഒരു കാര്യമാണ്. മാത്രവുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്നകും ഇദം മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു വിശേഷിപ്പിച്ചത് ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന, മുനാഫിഖുകളായിരിക്കുന്ന ആളുകളെയും വൽ കാഫിരീന, നിഷേധികളായിരിക്കുന്ന ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ഫീ ജഹന്നമ ജമീഅ, മുഴുവൻ ആളുകളെയും ഒന്നിച്ച് ജഹന്നമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി പറയുന്നു, ഈ ആയത്തിലുണ്ട് അദ്ദലാലത്തുൽ വാദിഹ അനിൻ നഹി അൻ മുജാലസത്തി അഹ്ലിൽ ബാത്തിൽ മിൻ കുല്ലി നൗഇൻ. എല്ലാ നൗഇൽപ്പെട്ട തോന്നിവാസത്തിന്റെ പ്രവർത്തനങ്ങളുടെ കൂടെ അല്ലെങ്കിൽ അത്തരം സദസ്സുകളിൽ ഇരിക്കുക എന്നത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. മിനൽ മുബ്തദിഅതി വൽ ഫസഖതി ഇൻദ ഖൗദിഹിം ഫീ ബാത്തിലിഹി. അത് ബിദ്അത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ, അത്തരം സദസ്സുകളാകട്ടെ, മോശമായ ചർച്ചകൾ നടക്കുന്ന സദസ്സുകളാകട്ടെ, അവിടെ അങ്ങനെ അവരെ വായിലേക്ക് നോക്കി ഇരിക്കാനുള്ളത് മുസ്ലിമിന് ഭൂഷണമല്ല എന്നതിൽ ഇതിന് തെളിയുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാ, ലാ യജൂസു ലിഅഹദിൻ അൻ യഹ്ദുറ മജാലിസൽ മുൻകരി ബിഖ്തിയാരിഹി ലിഗൈരി ദറൂറ. ഒരു മുസ്ലിമിന് അനുഗുണമല്ല ഇത്തരം മോശമായിരിക്കുന്ന സദസ്സുകളിൽ പ്രവേശിക്കുക എന്നത് പോലും ഒരു മുസ്ലിമിന് ജായിസല്ല, അനുവദനീയമല്ല. കാരണം അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ച് പറയാം, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇങ്ങനെയുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ. കള്ളു കുടിക്കുന്ന ഒരു സദസ്സിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സദസ്സിൽ ക്ഷണിക്കപ്പെട്ട ആളാണ്, ഓ കള്ളു കുടിക്കൊന്നുമില്ല, പക്ഷേ ആ സദസ്സിൽ മദ്യം വളമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കുറച്ച് ചെറുപ്പക്കാരെ കൊണ്ടുവന്നു, പരസ്യമായി മദ്യപിച്ച് ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം അതിന് ഇസ്ലാമിക നിയമപ്രകാരം ഉള്ള ശിക്ഷ അടിക്കുക എന്നുള്ളതാണ്, പരസ്യമായിട്ട് അടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പറയപ്പെട്ടു, അവർ കുടിച്ചോണ്ടിരിക്കുന്നത് കണ്ടതിൽ ഒരു സ്വാഹിമുണ്ട്, നോമ്പുകാരനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാ, ആദ്യം ഓനെ അടി തുടങ്ങിക്കോളെ, ആദ്യത്തെ അടി ഓന്റെ തലക്കടിക്കട്ടെ, അവനാവട്ടെ ആദ്യത്തെ അടി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വ യസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും. അവരെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ നസ്സല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്തെങ്കിലും ഒരു നോമ്പുകാരൻ ഒരു കള്ളുകുടിയന്മാരെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു, ഓര് കുടിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ നോമ്പുകാരനാണ്, അവനെ തുടങ്ങണം അടി എന്ന് അദ്ദേഹം വിധി പ്രഖ്യാപനം നടത്തുകയാണ്. അത്രത്തോളം ഗൗരവമുള്ള കാര്യം. എന്നിട്ട് ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കല്യാണ വിരുന്നിന്റെ വിഷയത്തെ പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദുഇയ ഇലാ വലീമത്തിൻ, ഒരാൾ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു, ഫീഹാ മുൻകറുൻ കൽ ഖംറി വൽ സമർ,
അവിടെ കള്ള് പോലുള്ള സാധനങ്ങൾ വിളമ്പുന്ന ഒരു സദസ്സാണ്. അത് വരുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ അദ്ദേഹം കണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വലിമയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രവേശിക്കാൻ തന്നെ പാടില്ല. ഇത് റസൂലിന്റെ കൽപ്പനയാണ് മുസ്ലിങ്ങളോട് റസൂലിന്റെ കൽപ്പനയാണ്. എങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന സദസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയോ ന്യായീകരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ നിഷേധിച്ച അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞ തിന്മകളാണ്. ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ മോശമാണ് ആ തിന്മയെ ന്യായീകരിക്കുക എന്നുള്ളത്. ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ കുറ്റകരമായ കാര്യമായിരിക്കും ആ തിന്മയെ ന്യായീകരിക്കാൻ. ഇതൊക്കെ ചെയ്യണതിന് കുഴപ്പമില്ല, അവർ ചെയ്തോട്ടെ എന്ന് നിസ്സാരവൽക്കരിക്കുന്നത് ആ തിന്മ ചെയ്യുന്നതിനേക്കാൾ വലിയ മോശമായ കാര്യമായിരിക്കും. നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. മക്കളുടെയും അതോടൊപ്പം ചെറുപ്പക്കാരുടെയും ഒക്കെ രീതികൾ നമ്മൾ കാണുമ്പോൾ അവരെ എതിർക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും ഒക്കെയുള്ള ബാധ്യത പഠിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദാ, ആരെങ്കിലും ഒരു ഹുദയിലേക്ക്, ഒരു നിർമാർഗത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ നന്മ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിച്ച് അതിലേക്ക് പ്രവേശിച്ചവരുടെ ഒക്കെ പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. ഇന്നൊരാളൊരു നന്മ കാണിച്ചു കൊടുത്തു, അയാൾ നിന്ന് മരണപ്പെട്ടു എന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ നാളെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് വിചാരിക്കാൻ, നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മ കൊണ്ട് ആരൊക്കെയോ ഇത് സ്വീകരിക്കുകയും വരികയും ചെയ്തു. അവനെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് കുറെ ആൾക്കാർ വന്നു, അവരെ പിന്തുടർന്ന് വേറെയും ആളുകൾ വന്നു കഴിഞ്ഞാലും ഈ മനുഷ്യൻ പിറ്റേ ദിവസം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ അവരുടെ അതേ നന്മ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ, അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല, പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അത്ര തന്നെ പ്രതിഫലം ഈ മനുഷ്യന് കിട്ടും. എന്നിട്ട് റസൂൽ അവിടെ നിർത്തിയോ, വമൻ ദഅ ഇലാ ദലാല, എന്നാൽ ഒരു ദലാലത്തിലേക്ക്, ഒരു തിന്മയിലേക്ക് ഒരു മനുഷ്യൻ ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞു, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ല അസാമി മൻ തബിഅഹു, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അത് കണ്ടിട്ടും കേട്ടിട്ടും എത്രയെത്ര ആളുകളാണോ ആ മോശ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവന്റെ ഒക്കെ തിന്മ ഇവന് വന്നുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി. ലാ യൻഖുസു ദാലിക മിൻ അസാമിഹിം ശൈഅ, അവരുടെ തിന്മകളിൽ ഒട്ടും കുറയാതെ ഇവന്റെ ഖബറിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ ഹാജരാകുന്ന സമയത്ത് അവൻ തെറ്റുകാരനായിക്കൊണ്ട് മാത്രം ഹാജരാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതികഠിനമാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തെറ്റുകളെ ചെറുതായി കാണുകയോ നിസ്സാരവൽക്കരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൽ പാർട്ടി കാര്യങ്ങളൊന്നുമില്ല. ഏത് പാർട്ടിക്കാരൻ തോന്നിയാസം ചെയ്താലും അത് തോന്നിയാസാണ്. അത് ന്യായീകരിക്കാൻ നിൽക്കേണ്ട. ആണും പെണ്ണും കൂടി അതൊക്കെ സംഭവിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കുന്നതിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കൂടുതൽ അതിന് വിശദീകരിക്കുന്നില്ല. അത് പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മളെ കൊടി അതിൽ പ്രശ്നമാകരുത്, നമ്മുടെ ചിഹ്നം പ്രശ്നമാകരുത്, നമ്മുടെ ചിന്ത പ്രശ്നമാകരുത്. ഇസ്ലാമികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പള്ളിയിൽ കൂടിയതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം തെറ്റുകളെ ന്യായീകരിക്കാൻ നമ്മൾ മുന്നിൽ ഉണ്ടാകരുത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ചർച്ചകളും ന്യായീകരണങ്ങളും അവനവന്റെ പാർട്ടിയിൽ പെട്ടവനാണെന്നുള്ളത് കൊണ്ട് തെറ്റു ചെയ്തതിനെ ന്യായീകരിക്കുന്നവരിൽ മുസ്ലിങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ പാർട്ടിയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. അവിടെ മിണ്ടാന്നാ മതി. പാർട്ടി നമ്മുടെ മനസ്സിലുണ്ട്, പാർട്ടി നമ്മുടെ പ്രവർത്തനത്തിലുണ്ട്. തെറ്റ് ചെയ്തവർ പാർട്ടിക്കാരനാണെങ്കിൽ മിണ്ടാതിരിക്കുക, നമ്മളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. എതിർക്കാൻ കഴിയോ എതിർക്കുക, തെറ്റാണെന്ന് ഉറക്കെ പറയാൻ കഴിയോ ഉറക്കെ പറയും.